ഹായ് കൂട്ടുകാരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതാ പുലർച്ചയ്ക്ക് പാലിറക്കാൻ വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നും അപ്പുമില്ലാത്ത ദിവസം ഞാൻ നേരത്തെ എണീറ്റ് വന്ന് ഇതാ നമ്മുടെ തൊഴുത്തൊക്കെ നല്ലപോലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ നൈസ് സ്ലീപ്പ് തന്നെയാണ് കേട്ടോ കത്തിച്ച് വെക്കുന്നത്, കൊതുക് വരാണ്ടിരിക്കാൻ. അത് കത്തിച്ച് വെച്ചാൽ കൊതുക് വരില്ല കേട്ടോ. അപ്പോൾ അത് കത്തിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പാൽ ഇറക്കാൻ പറ്റില്ല, കാരണം കൊതുക് കെട്ടി ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അകിടൊക്കെ തൊഴുത്ത് കഴുകുന്നതിന് മുമ്പുള്ള അകിടിലൊക്കെ നല്ല വളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി പിന്നെ തൊഴുത്തൊക്കെ അടിച്ച് വളമൊക്കെ വാരി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുട്ടീനെ കുടിപ്പിച്ചിട്ടാണ് പാലൊക്കെ കറക്കുന്നത്. അപ്പോൾ എനിക്കതൊന്നും കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പരിമിതികൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഫോൺ വെച്ചൊന്നും കറക്റ്റായിട്ടില്ല. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആംഗിൾ പോലെയൊക്കെ തോന്നി, പക്ഷേ എൻ്റെ പകുതിയൊക്കെ കാണുന്നുള്ളൂ. എന്നാലും പാൽ ഇറക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് കൈയും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കറക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പയൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് അതിൽ ഒഴിച്ചിട്ട് വരണ്ട, അരിച്ചൊഴിക്കും. പാലും പാത്രത്തിൽ അരിച്ചൊഴിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാലുകൊണ്ട് തട്ടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പാല് വെറുതെ പോകുമല്ലോ. ഇതേപോലെ നമ്മൾ കറക്കുന്ന സമയത്ത് താഴെ വെച്ചിട്ട് പാത്രം താഴെ വെച്ചിട്ട് അതിക്കാണല്ലോ നമ്മൾ കറക്കുന്നത്. ഇവളൊരിക്കൽ കാലിൽ ഈച്ച് എന്തോ കടിച്ചപ്പോൾ കാലെടുത്തിട്ട് പാലും പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പോൾ ഇവൻ്റെ കാലിൻ്റെ കുളമ്പിലിരിക്കുന്ന വളമൊക്കെ പാലിലായി. അങ്ങനെ നമ്മൾ ആ പാൽ ഒഴിച്ച് കളയേണ്ടതായിട്ട് വന്നു കേട്ടോ. അങ്ങനെ 1-2 തവണ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവൾ കാലുകൊണ്ട് തട്ടിയിട്ടും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ തവണ നമ്മൾ അവളിനെ കുടിപ്പിച്ച് കറന്നത്, രണ്ടാമത്തെ തവണയും കുട്ടീനെ ജസ്റ്റ് ഒന്ന് മുട്ടിപ്പിച്ച് എടുക്കണ്ട. കാരണം എന്താ പറഞ്ഞാൽ അപ്പോൾ അവൾ നന്നായിട്ട് ചുരത്തി തരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചുരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറേ ടൈം എടുത്തിട്ട് വേണം കറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയാലും കറന്നിട്ട് ഇപ്പോൾ അപ്പോൾ ഇല്ലാതാവുന്ന കുറച്ച് ദിവസമാണ്, ഒരു ദിവസമൊക്കെയാണ് എനിക്ക് കറക്കേണ്ടതായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പാലിറക്കുന്ന വീഡിയോക്ക് കുറച്ച് സ്പീഡാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽ കറന്ന് പിന്നെ നമുക്ക് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പോത്തുകളിനെ അഴിച്ചു വിടാൻ പറ്റില്ല. കാരണം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവരൊരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടാൽ മേയുക. എനിക്കവിടെ ഭയങ്കര പേടിയാണ്. അപ്പോഴൊക്കെ ആകുമ്പോൾ അവിടെ പോയി നിൽക്കും, എനിക്ക് ഭയങ്കര പേടി. അതുകൊണ്ട് അവനെ അഴിച്ചു വിടാൻ പറ്റില്ല. നമ്മൾ തൊഴുത്തുനിന്ന് അഴിച്ചു കൊണ്ടുപോയിട്ട് നമ്മളെപ്പോഴും കെട്ടിയിടുമല്ലോ, പോത്തുകൾ മീനൊക്കെ വന്ന് കെട്ടിയിടുന്ന ആ പറമ്പില്ലേ, ആ തൊടി പോലൊരു സംഭവം, അവിടെ തന്നെയാണ് ഇവരെ കെട്ടിയിടുക കേട്ടോ. അപ്പോൾ ഞാൻ 6-6:30 ആകുമ്പോഴേക്കും നമ്മൾ പാലൊക്കെ കറന്ന് എല്ലാം ക്ലീനിങ്ങും വളം വാരലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോരോ പോത്തിനെയായിട്ട് അഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിയിടുക കേട്ടോ ചെയ്യാം. അത് തന്നെ വലിയ പണിയാണ്. ഒരാളിനെ അഴിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് പിന്നെയും വീണ്ടും ഈ ദൂരം വന്ന് വീണ്ടും അങ്ങനെ അഴിച്ച് കെട്ടിയിടുമ്പോഴേക്കും തന്നെ നല്ല പണിയാണ് കേട്ടോ. അപ്പം ഞാൻ പാലിറക്കുന്നതിന് മുമ്പ് കുഞ്ഞുവിന് വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടാട്ടോ കറക്കുക. അപ്പം അതേ തന്നെയാണ് ഞാനും കറക്കുന്നത്. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു തവണയും കൂടെ കുട്ടീനെ ജസ്റ്റ് ഒന്ന് മുട്ടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലാസ്റ്റത്തെ ഒരു പാലിൽ ഭയങ്കര കട്ടി ഉണ്ടാവും കേട്ടോ. കട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാൽ കിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര കട്ടി ഉണ്ടാവും. ആ പാലതിക്ക് നമ്മുടെ ഫുള്ളുള്ള പാലിക്ക് അത് ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ പാലിന് കൊഴുപ്പ് കൂടാനും അതുപോലെ പാലിൻ്റെ അളവ് കൂടാനുള്ള തീറ്റയൊക്കെ അറിയണം എന്നുള്ളവർ കമൻറ്റ് ചെയ്തോട്ടെ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ലാസ്റ്റും കുട്ടീനെ ഒന്ന് കുടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചിട്ട് എടുത്തിട്ട് കറക്കുന്നത് കേട്ടോ. ജസ്റ്റ് പാലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. പാലിറക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ ഒറ്റയ്ക്ക് തൊഴുത്തിൽ നേരത്തെ എണീറ്റിട്ട് പാലിറക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിവർക്ക് തീറ്റയൊക്കെ അതുപോലെ എല്ലാം റെഡിയാക്കി തന്നെ വെക്കും കേട്ടോ. നേരത്തെ തന്നെ റെഡിയാക്കി വെക്കും. പോത്തുകളിനെ അഴിച്ചു കൊണ്ടുപോയി കെട്ടും. എല്ലാ പരിപാടിയും രാവിലെ ഒരു 7 മണി എന്നുള്ളൊരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അവർക്കുള്ള തീറ്റയൊക്കെ കൊടുത്ത് അപ്പമില്ലാത്ത ദിവസം എല്ലാം നേരത്തെ തന്നെ കഴിയും കേട്ടോ. അപ്പോൾ തൊഴുത്തൊക്കെ നല്ല ക്ലീനാക്കി വെക്കാം കേട്ടോ. എന്നാലാണ് നന്നായി കാറ്റൊക്കെ കൊണ്ട് നന്നായി ഉണങ്ങിയിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.